ഗണേശൻ്റെ മാത്രം സെപ്പറേറ്റ് ആയ ഒരു ആസനമായിട്ട് നമുക്ക് കാണാവുന്നത്. ശബരിമലയെക്കുറിച്ച് അങ്ങയുടെ തോന്നലുകൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ അങ്ങയുടെ ജ്ഞാനം എന്താണ്? ശബരിമല പണ്ട് കാലത്തെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ എന്തൊരു പ്രത്യേക ബിന്ദുവോ ആണോ? അവിടെ പണ്ട് ക്ഷേത്രമുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തെ പിന്നീട് പന്തളം രാജകുടുംബമായിട്ട് ബന്ധപ്പെട്ട അയ്യപ്പൻ എന്ന് പറയുന്ന ഒരാളെ പുനരുദ്ധരിക്കുക മാത്രമാണോ ചെയ്തത്? അയ്യപ്പൻ എന്ന് പറയുന്നത് സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിക്കുന്നത് ദൈവത്തെയാണോ അതോ ദൈവത്തെ ഉപാസിച്ച ഒരാളെയാണോ? ശാസ്താവാണോ അയ്യപ്പൻ? ഇങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട്. അത് ഒന്നിച്ച് ചോദിക്കുകയല്ല. ശബരിമല ക്ഷേത്രം പണ്ട് മുതലേ ഉണ്ടായിരുന്നു എന്നത് അങ്ങനെ കരുതുന്നു. ശബരിമല പ്രദേശം എരുമേലിയും ശബരിമലയും പൊന്നമ്പലങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന അതിവിപുലമായ ഒരു പ്രദേശം. ആ പ്രദേശത്തിന് ചുരുളിമല എന്നാണ് പഴയത്. ആ ചുരുളിമലയിൽ ഒരു അതിപ്രസിദ്ധമായ ഗുഹാക്ഷേത്രമുണ്ട്. അതിന് ചുരുളിമലയിലെ അവലോകിതേശ്വര ബോധിസത്വന്റെ ഗുഹാക്ഷേത്രം എന്നാണ് ഹ്യൂവാങ് സാങ് എന്ന ചൈന സഞ്ചാരി അദ്ദേഹത്തിൻ്റെ സഞ്ചാരക്കുറിപ്പിൽ എഴുതിയിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ അത് ബുദ്ധമതത്തിൽപ്പെട്ട അന്ന് അത് അങ്ങനെയായിരുന്നു. അത് ആ ചുരുളിമലയിലെ അവലോകിതേശ്വര ബോധിസത്വന്റെ ഗുഹാക്ഷേത്രത്തെക്കുറിച്ചുള്ള ഗംഭീരമായ വർണ്ണനയാണ് ഹ്യൂവാങ് സാങ് നൽകിയിരിക്കുന്നത്. ഓരോ വർഷവും ആയിരക്കണക്കിന് ഭക്തന്മാർ അങ്ങോട്ട് പോകുന്നു, അവിടെ ദർശനത്തിന് ചെല്ലുന്നു. വളരെ കിഴുക്കാന്തൂക്കായ മലകളിൽ കൂടി അവർ പിടിച്ച് കയറി മുകളിലെത്തുമ്പോഴോ അതിൽ ബഹുഭൂരിപക്ഷം പേരും താഴത്തേക്ക് വീണ് ചത്തുപോകുന്നു. ഇങ്ങനെയാണെങ്കിൽ തന്നെയും എന്നും അങ്ങോട്ടേക്കുള്ള തീർത്ഥാടനം ആളുകളുടെ എണ്ണം കൂടിക്കൂടി വരികയേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ മുകളിൽ ചെന്നവർ കാണുന്നു. അതിൻ്റെ താഴത്തുള്ള ഒരു പ്രദേശത്ത് വാലക്കുടി എന്ന് ഇന്നറിയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കോച്ചുവാലന്മാർ എന്ന് പറയുന്ന ജനവിഭാഗം താമസിച്ചിരുന്നു. ഈ കോച്ചുവാലന്മാരും ഉള്ളാടന്മാരും, ഉള്ളാടനാണ് ഉള്ളാടനാകുന്നത്. ഈ രണ്ടു കൂട്ടരും തമ്മിൽ കെട്ടുബന്ധങ്ങളുള്ള ഒരേ വർഗങ്ങളായിരുന്നു. ഇവര് ടിബറ്റൻ വർഗമായിട്ടാണ് കാണുന്നത്. കോച്ചുവാലന്മാരുടെ പരദേവതയാണ് ഈ ചുരുളിമലയിലെ ദേവൻ. അദ്ദേഹം ഈ കോച്ചുവാലന്മാർക്ക് വേണ്ടി താഴത്തേക്ക് ഇറങ്ങി വന്ന് ദർശനം കൊടുക്കാറുണ്ടായിരുന്നു എന്നും ഹ്യൂവാങ് സാങ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ വർഷവും അങ്ങോട്ടേക്കുള്ള തീർത്ഥാടനം കൂടിക്കൂടിയാണ് വന്നുകൊണ്ടിരുന്നതെന്നും വളരെ വിപുലമായ രീതിയിൽ ഹ്യൂവാങ് സാങ് തൻ്റെ സഞ്ചാരക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അന്നു മുതൽ അത്ര പ്രസിദ്ധമായ ഒരു ക്ഷേത്രമായിരുന്നു അത്. ആ ക്ഷേത്രത്തിൽ പിന്നീട് പല കാലഘട്ടങ്ങളിലായി പല രീതിയിലുള്ള പരിവർത്തനങ്ങൾ സംഭവിക്കും. ആ പരിവർത്തനങ്ങൾ സംഭവിച്ചിട്ടാണ് ഇന്നത്തെ ശബരിമലയായി തീരുന്നത്. ഇന്ന് പൊന്നമ്പലമേടിന് പ്രസക്തി ഇല്ലാണ്ടായി മാറിയിരിക്കുന്നു. ശബരിമലയ്ക്ക് കൂടുതൽ പ്രസക്തി വന്നിരിക്കുന്നു. ഇതെല്ലാം കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ്. ഈ ശബരിമല തന്നെ, ആ ശബരിമല ക്ഷേത്രം ഇപ്പോൾ പന്തളം സ്വരൂപത്തിൻ്റെ ക്ഷേത്രമായിട്ടാണ് പറയുന്നത്. ഈ പന്തളം സ്വരൂപം വരുന്നത് തന്നെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. കൊല്ലവർഷം 300-നും 400-നും ഇടയ്ക്കുള്ള ആ കാലഘട്ടത്തിലാണ് പന്തളം സ്വരൂപം ഉണ്ടാകുന്നത്. ആ പന്തളം സ്വരൂപം ഉണ്ടാകുന്ന പന്തളം രേഖയിൽ പറയുന്ന ആദ്യം വന്നിച്ചിരിക്കുന്നത് അച്ചൻകോവിൽ ആദി മണികണ്ഠനെ തുണ എന്നാണ്. അച്ചൻകോവിൽ ആയിരുന്നു ആദി മണികണ്ഠന്റെ ക്ഷേത്രം. മണികണ്ഠൻ അവലോകനേശ്വര ബുദ്ധനല്ല.
മണികണ്ഠൻ അവലേദേശ ബുദ്ധനാണോ അല്ലയോ എന്നുള്ളതിൽ പ്രധാനം മണികണ്ഠൻ അയ്യപ്പനല്ല എന്നുള്ളത്. അയ്യപ്പൻ അതിനുശേഷം വന്നു. അതുകൊണ്ടാണ് അച്ചൻകോവിൽ ആദി മണികണ്ഠനെ തുണ എന്ന് തുടങ്ങുന്ന ആ പന്തളം ശാസനം എഴുതിയ രാജാവിൻ്റെ കുറേ തലമുറയ്ക്ക് ശേഷമുള്ള ഒരു രാജാവിൻ്റെ ദാസനായിട്ടാണ് അയ്യപ്പൻ നിന്നത്. ഇപ്പോഴുള്ള വിശ്വാസങ്ങൾക്ക് വളരെ വിരുദ്ധമായിട്ടാണ് അങ്ങ് പറയുന്നത് എന്ന് ഞാൻ രേഖ വെച്ചിട്ട് പറയുന്നത് മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെയുള്ള ഒരാളുകളുടെ വിശ്വാസത്തെ തകർക്കണമെന്നോ മറ്റൊരു വിശ്വാസത്തെ സ്ഥാപിക്കണമെന്നോ എനിക്ക് അഭിപ്രായമില്ല. അങ്ങനെ അതാണ് പന്തളം രേഖയിൽ പറയുന്നത്. പന്തളം രേഖ ഇന്ന് എവിടെയുണ്ട്? പന്തളം രേഖയുടെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. കോപ്പി എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ള കോപ്പി? കൈയെഴുത്ത് കോപ്പി? കൈയെഴുത്ത് കോപ്പി. അത് ഒറിജിനലിൽ നിന്ന് എഴുത്താണെന്നുള്ളത് നമുക്ക് എങ്ങനെയുള്ള? അത് എനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്. വിശ്വാസത്തിന് കാരണം കേസരി ബാലകൃഷ്ണപിള്ളയുടെ ശേഖരത്തിൽ നിന്ന് അദ്ദേഹം എടുത്തതാണ്. അദ്ദേഹത്തിന്റെ കൈപ്പടയാണ്. അദ്ദേഹത്തിന്റെ കൈപ്പടയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് എടുത്തു. അദ്ദേഹം ആ പന്തളം രേഖയിൽ നിന്ന് എടുത്തു. എവിടെ നിന്ന് എടുത്തു എന്നുള്ള കാര്യം ഇത് നമുക്ക് അവിടെ തന്നെ അന്വേഷിക്കാമല്ലോ. പന്തളത്ത് തന്നെ അന്വേഷിക്കാമല്ലോ. അവിടെ കാണുന്ന കാര്യമുള്ളൂ പന്തളം രേഖ. അവിടെ കാണാണ്ടിരിക്കില്ല. അത് അങ്ങനെ ആരുടെ കയ്യിലും ഇല്ലാത്ത ഒരു അപൂർവ രേഖയാണെന്ന് ഞാൻ പറയുന്നില്ല. പലരുടെ കയ്യിലും കാണാം. സത്യാന്വേഷികളുടെ കയ്യിൽ കാണുമ്പോഴേ. ഒരു ബ്രേക്ക് എടുക്കാം.